ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സൂപ്പർ അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു 100% നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവുകയും ചെയ്യും, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറച്ച് ഒരു മുട്ട പപ്സ് കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയുള്ള ഒരു റെസിപ്പിയാണ്. ഒരു 2 കോഴിമുട്ടയും ഒരു 2 സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രം എടുത്തിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കുക, ഏത് പൊടി എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തും എത്തണമാതിരി ഫസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് നോർമലി ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി വെള്ളം ചേർത്തിട്ട് കുഴക്കണത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കി എടുക്കുന്നത്. നമ്മൾ സെയിം ചപ്പാത്തി എങ്ങനെയാണോ കുഴക്കണത് അതേമാതിരി സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കാനൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇതിന് ചുടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാ നോർമൽ പച്ചവെള്ളം കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിന് നമുക്ക് നല്ലൊരു അടിപൊളി ഫില്ലിങ്സ് ഉണ്ടാക്കണം കേട്ടോ. ഫില്ലിങ്സിൽ വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിങ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം കുഴച്ച് എല്ലാ ഭാഗത്തും എന്താ പറയുക നല്ല അങ്ങോട്ട് മയം വരുത്തില്ലേ നമ്മൾ കൈ കൊണ്ട് കുഴച്ചിട്ട് അതേമാതിരി ഇങ്ങോട്ട് ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തിന് ഇതിൻ്റെ ആ ടൈമൊക്കെ ആയിട്ട് നല്ലോണം മയം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഭാഗത്ത് നമുക്ക് മൂടി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടോ. കുനുകുന അരിഞ്ഞെടുക്കല്ല, ഇതേപോലെ തന്നെ നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. നമ്മളിങ്ങനെ കുറേ പറയുമ്പോൾ കിട്ടാത്ത മാതിരി ആവട്ടെ. ഇപ്പം എനിക്ക് എന്താ പറയുക വായിൽ കിടന്ന് കളിക്കണുണ്ടാവും, പക്ഷെ അതെന്താണെന്ന് ഇങ്ങോട്ട് ചില ടൈമിൽ ഇങ്ങോട്ട് കിട്ടൂല കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെ അരിയാനുള്ളൂ കേട്ടോ, ഒരുപാട് അരിഞ്ഞിതാക്കാനൊന്നും നമുക്കില്ല. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചത് അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കുക വെച്ചാൽ നല്ലോണം വഴറ്റി ബ്രൗൺ കളർ ആക്കൊന്നും വേണ്ട. നമ്മൾ സാധാ ഒന്ന് ഇങ്ങോട്ട് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണ മാതിരി ഉള്ളൊരു സംഭവമായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഞാനിതാ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഇനി കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടിക്കണ്ടല്ലോ. പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിലും അത് നേരെ ചെല്ലിൽ കുട്ടികളെ വായിലേക്ക് കഴിക്കാറോ. അപ്പോൾ അധികം പച്ചമുളക് തീരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, അല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട. പിന്നെ അതൊന്ന് വഴറ്റി വന്നപ്പോൾ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് മാത്രം മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതാണ്. സെയിം ടേസ്റ്റ് തന്നെയാണ് വരൽ കേട്ടോ. രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചിക്കൻ മസാലയും പിന്നെ ഗരം മസാലയും മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, ഏതെങ്കിലും ഒന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇല എടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് കീറി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നമ്മളെ ഫില്ലിങ്സ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഒരു കോഴിമുട്ട 4 പീസാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടില്ല. കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ എല്ലാവർക്കും അറിയണതല്ല. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കുക കേട്ടോ. അതിൻ്റെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ 10 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലോണം ഒന്ന്
മയം വന്നിക്കണം കേട്ടോ. ഇത് 8 ബോളായിട്ടാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അതിലും കൂടുതൽ നമുക്ക് ഇത് ആക്കിയെടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ അളവ് കൂട്ടുക, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ അളവ് ഇതാക്കട്ടോ. 1 കപ്പ് മാവായിട്ട് നമുക്ക് 6 ബോളാക്കി എടുക്കാനുണ്ടാവും. അപ്പോൾ ഞാനിത് 1.5 കപ്പായിട്ട് 8 ബോൾ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 2 വെച്ച് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് വയറ് നിറയാൻ വേണ്ടി ഉണ്ടാവും കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ വിശപ്പൊക്കെ തീരും 2 കൊടുത്താൽ തന്നെ. അപ്പോൾ അതാ ഞാനിത് 8 ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്, എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ ഓരോ ലൈക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തുള്ളൂ. അപ്പോൾ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നെങ്കിലും ഇട്ടുകാണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള, എന്താ പറയുക, നമ്മൾ മുന്നോട്ടേക്ക് പോകാനേ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു മാവ് എടുത്തിട്ട് ഇത്തിരി പൊടി ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് പരത്താൻ തീരെ പൊടി ഇടാതെ പരത്തൊന്നും വേണ്ട. പക്ഷേ പരത്തുമ്പോൾ അമർത്തി അങ്ങോട്ട് പരത്തി ഒട്ടിപ്പിച്ച് വെക്കരുത്. നല്ല പതുക്കനെ സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ആക്കിയെടുക്കേണ്ടത്, വട്ടത്തിലല്ല, നീളത്തിൽ. എന്നിട്ട് ഇതാ 2 ഭാഗമായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടാണ്. അതിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ വരട്ട് കൊടുക്കണം. വരട്ട് കൊടുക്കുമ്പോൾ 2 അറ്റം മുറിഞ്ഞു പോകരുത്, നടു മാത്രം വരഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ അടിയിക്ക് നല്ലോണം ഇങ്ങോട്ട് താഴത്തേക്ക് വരഞ്ഞ് കൊടുക്കുകയും വേണ്ട. ഞാനിപ്പോൾ ചെയ്ത മാതിരി ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ ഈ വരടാത്ത പീസ് നമ്മൾ അതിൻ്റെ മേലേക്ക് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ്സ് വെക്കുമ്പോൾ അതിൻ്റെ ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടി താഴത്തേക്ക് പോകില്ലേ. അപ്പോൾ നല്ലൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് 1 സ്പൂണ് ഫില്ലിങ്സ് എടുത്തുകാണ്ട് നമുക്ക് അതിൽ കൊള്ളണ അത്ര ഫില്ലിങ്സ് എടുക്കുക. എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ട എടുത്തുകാണ്ട് നമ്മൾ മുട്ട പപ്സിന് ചെയ്യണ അതേമാതിരി തന്നെ നമ്മളൊരു കോഴിമുട്ട എടുത്തുകാണ്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതേമാതിരി ചെയ്യട്ടോ. എന്നിട്ട് ഇതാ 2 ഭാഗം കൂടി കൂട്ടിപ്പിടിച്ചിക്കാണ്ട് നമ്മൾ ആ വരട്ടതും അതിൻ്റെ മേലെ വെച്ചിട്ടുള്ളതും കൂടി ഒന്നിച്ച് വേണം അങ്ങോട്ട് മടക്കിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് 2 ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുക. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിക്കിട്ടും. നമുക്ക് ഇത്തിരി ഒന്ന് കയ്യേറ്റൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിക്കാണ്ട് ഒട്ടിച്ച് കൊടുക്കണതിന് ഒരു കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ മുൻഭാഗം ഇതേമാതിരി ഒട്ടിച്ച് കൊടുക്കുക. ബാക്ക് ഭാഗം ഒരു കോണാക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു കൂർപ്പിച്ച് സൈസില്ല, അതേമാതിരി ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ചെടുത്തുകാണ്ട് ഒട്ടിപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതാ ഒന്നും കൂടി കാണിച്ചു തരട്ടെ ഞാൻ. ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണെന്ന് കേട്ടോ. അത്രക്കൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ കേട്ടോ. അത് പണ്ട് ഞാൻ പുഡിങ്ങൊക്കെ ചെയ്യാൻ അറിയാത്ത കാലത്ത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. ഈ പുഡിങ്ങും ഇതൊക്കെ ഉണ്ടാക്കണത്, കേക്കൊക്കെ ഉണ്ടാക്കണത് കാണുമ്പോൾ കേട്ടോ എനിക്ക് അവരോടൊക്കെ സത്യം പറഞ്ഞ ഒരു ആരാധനയൊക്കെ കേട്ടോ. ഇവരിത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത്, ഞാൻ ഭയങ്കര ഒരു അത്ഭുതം കാണുമായിരിക്കും കഴിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ നോക്കി നിന്ന്. പക്ഷെ അത് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് വിചാരിച്ച് പോയിട്ടോ. പക്ഷെ എന്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിരിക്കും. ഈ പുഡിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചൈന ഗ്രാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. അത് ഏത് തരം പുഡിങ് ആയാലും, ക്രീം കൊണ്ട് ഉണ്ടാക്കിയ പുഡിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചൈന ഗ്രാസ് ആയിട്ട് ഉണ്ടാക്കുന്ന പുഡിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നോട് എന്താ നമ്മളെ ഇതിൻ്റെ കമൻറ്റിൽ ചോദിക്കലുണ്ട് ഇപ്പോഴും കേട്ടോ. ഇത്താതിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്നത് കണ്ടതിൻ്റെ ശേഷമാണ് പുഡിങ് ഉണ്ടാക്കാൻ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നതെന്ന് കേട്ടോ. ഇതേമാതിരി മടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ ചെയ്താൽ ശരിയാവൂലേ എന്നൊക്കെ ഉള്ളത്. ഒരു ശരിയാവായില്ല കേട്ടോ. നിങ്ങൾ എന്തും നമ്മൾ ധൈര്യത്തിൽ അങ്ങോട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാവും, 100% ശരിയാവും കേട്ടോ. പിന്നെ ഇത് നമ്മളിനി ഒട്ടും ഇല്ല എന്നുള്ള പേടിയുള്ളവർക്കാണ് ഞാൻ ഇതേമാതിരി ഇത്തിരി വെള്ളം സൈഡിൽ തൂവിയിട്ട് കാണിച്ചത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചിലവർക്കൊരു പേടി ഉണ്ടാവും, ഇനി ഇതെങ്ങാനും തുറന്ന് പോയാലോ, നമ്മൾ ഈ ചെയ്ത പണി മൊത്തം ഫ്ലോപ്പ് ആവൂല, എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇതേമാതിരി
എന്തെങ്കിലും നമ്മളൊരിത്തിരി വെള്ളം അതിൻ്റെ സൈഡിലൊന്ന് തൂവി കൊടുക്കുക. മൈദപ്പൊടിയോ ബാറ്ററോ ഒന്നും കലക്കേണ്ട ആവശ്യമില്ല, വെറും പച്ച വെള്ളം ഒന്ന് സൈഡിൽ തൂവി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇതും അതേമാതിരി തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ സിമ്പിളല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതാണ് കേട്ടോ. ഇത്രേ പണിയുള്ളൂ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. എനിക്കൊന്നും ആദ്യമൊന്നും ഒരു സാധനം ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നിട്ട് ഞാൻ. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും ചെയ്ത് നോക്കിയിട്ടും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. ഏതറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും അത് പഠിച്ചിരിക്കും. വേറെ വഴിയില്ലല്ലോ പഠിക്കാതെ. അപ്പോൾ പിന്നെ പഠിക്കാതെ ഇവിടെ പോകാനില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലതും ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 8 എണ്ണത്തിനാണ് എനിക്കുണ്ടായിട്ടുള്ളത്. 2.5 സവാള കറക്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓയിലൊക്കെ നല്ലോണം ചൂടാക്കിയതിൻ്റെ ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കുന്നത്. നമ്മളിത് മാവ് 2 അട്ടിയായിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടാനുണ്ടാവും ഉള്ളിലും പുറമേയൊക്കെ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടുകാണ്ട് നല്ലോണം കരിയിച്ചെടുക്കണ്ട. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ 2 വശം നല്ല ഗോൾഡൻ കളർ ആവണ വരെ നല്ലോണം പൊരിച്ചെടുക്കുക. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മൾ മുട്ട പപ്സ് എങ്ങനെയാണോ കഴിക്കണത് അതേ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ കിട്ടൽ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റത്തെ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല ഇതിൽ മൊരിഞ്ഞ് വന്നിക്കണം. ഇതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. നമുക്ക് അപ്പം തന്നെ കഴിക്കണമെന്നൊക്കെ തോന്നുന്നൊരു മണമില്ലേ, അതേമാതിരത്തെ ഒരു മണം വരും. ആ കുരുമുളകിൻ്റെയും എന്താ പറയുക ഗരം മസാലൻ്റെയും കോഴിമുട്ടൻ്റെയും വേപ്പിൻ്റെ ഇലൻ്റെയും ഒക്കെ കൂടിയൊരു കലർന്ന് നല്ലൊരു മണം. പിന്നെ ഇത് എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇത് എണ്ണ കുടിക്കൂല. നമ്മൾ ഗോതമ്പ് പൊടിയിലല്ലേ ചെയ്തെടുത്തിക്കണത്, അതുകൊണ്ട് ഇത് എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. മൈദ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എണ്ണൻ്റെ ഒരു ഇത് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഗോതമ്പ് പൊടിയിൽ എണ്ണ കുടിക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൈദയിൽ ഇത് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട പപ്സൊക്കെ സ്വാഭാവികമായിട്ടും മൈദയിൽ തന്നെയാണ് ചെയ്തെടുക്കൽ. പക്ഷേ ഇതിൽ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ 4 എണ്ണം ഉണ്ടാക്കി. പിന്നെ രണ്ടാമത്തതും ഞാൻ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നമ്മൾ വിചാരിച്ച അത്ര പ്രശ്നമൊന്നുമില്ല ഇത് സംഭവം ഉണ്ടാക്കിയെടുക്കാൻ നിസ്സാരമാണെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്ത് സാധനം ചട്ടിക്ക് ഇട്ട പാടന്നെ മറിച്ചിടരുത് കേട്ടോ. അത് ഇത്തിരി സാവകാശം നമ്മൾ കൊടുക്കണം അത് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഭാഗം ഒന്ന് സെറ്റായി വന്നതിൻ്റെ ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ടിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അടുത്തതും പൊരിച്ച് കോരിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇത് നമുക്കൊരു പൊരിച്ചെടുക്കാൻ നമ്മൾ കുറച്ച് സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് നേരം ഇട്ടിക്കാണ്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനും പൊരിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഞാനത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ, നല്ല മണമാണ് വരുന്നത്. ഇത് സോസ് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം, സോസ് ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും സംഭവം സൂപ്പറാണ്. നല്ലൊരു പുറത്ത് നല്ലൊരു ഡിസൈനുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടാലും ഒരുപാട് ഭംഗിയാണ്, നല്ല രസമുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഇതിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ മനസ്സിലാവില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് താഴ്ന്നു പോണ മാതിരി ആയിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചും കൂടി തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹത്തോടെ.